ബക്രീദ് പ്രമാണിച്ച് ഇന്ന് സംസ്ഥാനത്തെ മുഴുവൻ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അങ്കണവാടികൾക്ക് അവധിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിരവധി കുട്ടികൾ അങ്കണവാടികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മേലില പഞ്ചായത്തിലെ പാലമുക്കിലുള്ള 83-ാം നമ്പർ അങ്കണവാടിയിലാണ്. ഇവിടേക്ക് 9 കുട്ടികളാണ് ഇവിടെ ആകെയുള്ളത്. അതിൽ ഏകദേശം എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നു. അവരുടെ സഹോദരങ്ങളൊക്കെ തന്നെ അവധിയായിട്ട് വീട്ടിലിരിക്കുകയാണെങ്കിലും കുഞ്ഞുങ്ങൾക്കിപ്പോൾ ഈ അങ്കണവാടിയിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതായത് അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ഒരു സർക്കുലർ തന്നെ ഈ ICDS സാമൂഹ്യ നീതി ഡയറക്ടറേറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ ജില്ലാ കളക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പ്രാദേശിക അവധികൾ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അവധി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഈ വിശേഷ അവധികൾക്കൊക്കെ തന്നെ അങ്കണവാടികൾക്ക് ബാധകമാക്കിയാൽ അങ്കണവാടികളുടെ ഗുണഭോക്താക്കൾക്ക് നൽകുന്ന സേവനങ്ങളെ ഇത് ബാധിക്കുമെന്നും അങ്ങനെ കാര്യക്ഷമമായി ഈ സേവനങ്ങൾ നൽകാൻ കഴിയില്ല എന്നുള്ളതുമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അവധികൾക്കൊക്കെ തന്നെ കുട്ടികൾക്ക് അംഗൻവാടികൾക്ക് നൽകാൻ കഴിയാത്തത് എന്നാണ് പറയുന്നത്. ഏതായാലും കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇവിടെ 9 കുട്ടികളിൽ 5 കുട്ടികളും എത്തിയിരിക്കുകയാണ്. അവർക്കുള്ള ഭക്ഷണമൊക്കെ തന്നെ തയ്യാറാക്കുകയാണ്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അവധി കിട്ടാത്തതിൽ അവർ വളരെ വലിയ വിഷമത്തിലാണ്. നമുക്കിവിടെ അധ്യാപകരൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് ആ ടീച്ചറോട് തന്നെ ചോദിക്കാം. ടീച്ചർ, പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് അവധി തരാത്തതെന്ന് ചോദിച്ചിരുന്നു. അത് നമുക്കറിയാം. ഒരുപാട് സർവീസ് ഈ അംഗൻവാടി മുഖേന നടക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു അവധി വരുവാണെങ്കിലും നമുക്ക് മീറ്റിങ്ങുകൾ നടത്താനും പിന്നെ കുട്ടികളെ കിട്ടാനും മറ്റുള്ള സർവീസുകൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്നലെ നമ്മൾ അവധിയാണെന്നുള്ളൊരു അറിയിപ്പൊക്കെ കൊടുത്തിരുന്നു. അറിയിപ്പ് പബ്ലിക് അവധി കലണ്ടറിലുള്ള അവധികളെല്ലാം നമ്മൾ അവധിയായിട്ടാണ് കാണുന്നത്. അപ്പം പിന്നെ നമുക്ക് ഇങ്ങനെ അറിയിപ്പ് കിട്ടുമ്പോൾ നമ്മൾ തുറന്ന് പ്രവർത്തനം തുടങ്ങും. ഭക്ഷണമൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു. രാവിലത്തത് തയ്യാറാക്കി. പിന്നെ കുട്ടികൾ ഇപ്പോൾ ഇന്ന് അവധി എന്നും 10 മണിയാകുമ്പോഴത്തേന് ഇവർ വരുന്നത്. ഇന്ന് ഈ വിളിച്ചു പറഞ്ഞ കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് ഇത്രയും താമസിച്ച് വരുന്നത്. ഏതായാലും ഇവിടെ 9 കുട്ടികളാണ് ആകെ ഈ അംഗൻവാടിയിൽ ഉള്ളതെങ്കിലും ഇന്നിപ്പോൾ അതിലെ 5 പേരും ഇന്ന് എത്തിയിരിക്കുകയാണ്. അവരോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇന്ന് അവധിയാണെന്നാണോ കരുതിയത്? മോൾ അവധിയാണെന്ന് കരുതിയായിരുന്നോ ഇന്ന്? ചേട്ടനൊക്കെ വീട്ടിലുണ്ടോ? ഉണ്ടോ? ചേട്ടന്മാരൊക്കെ വീട്ടിലുണ്ടോ? ഉണ്ടോ? ആണോ? ഉണ്ട്. അവരൊക്കെ തന്നെ അവർ വളരെ ഹാപ്പിയാണ്. ഇന്ന് അവധിയാണെങ്കിലും അല്ലെങ്കിലും അവരിങ്ങനെ രാവിലെ അംഗൻവാടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഇവർക്ക് കൂടി കുഞ്ഞുങ്ങൾ കൂടി അവധി കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം അവരുടെ വീട്ടുകാരൊക്കെ പറയുന്നുണ്ട്. മറ്റൊന്ന് എന്തായാലും ബിരിയാണിയൊക്കെ കൊടുക്കാൻ മന്ത്രി തയ്യാറായി. അവരുടെ ശംഖുവിൻ്റെ ആഗ്രഹപ്രകാരം ബിരിയാണിയൊക്കെ അവർക്ക് ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ അക്കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള അവധി ദിവസങ്ങൾ കൂടി ഇവർക്ക് കൂടി അവധിയാക്കുന്നതിനുള്ള ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഈ വീട്ടുകാർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ പറയാനുള്ളത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം മേലിലെ അംഗൻവാടിയിൽ നിന്നും സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര.